all. Today we are going to learn 9th Standard Geography, Chapter 3 ആയ ഭൗമചരിത്രമുറങ്ങുന്ന ഭൂമി, പീഠഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉപദ്വീപീയ നദികളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നർമ്മദ ബച്ചാവോ ആന്തോളൻ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികളെ കുറിച്ചാണ്. അപ്പോൾ അത് നമ്മൾ ഇച്ചിരി പഠിച്ചായിരുന്നു, അല്ലേ? ചമ്പൽ റവൈനുകൾ എന്ന് പറയുന്നത്, അതായത് എന്താണ് റവൈനുകൾ എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് എന്താണ് റവൈൻസ് എന്ന് പറയുന്നത്? അതായത് മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് എന്ത് സംഭവിക്കും? തുടർച്ചയായ അപരദനം സൃഷ്ടിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചാലുകൾ എന്ത് ചെയ്യുന്നു? ഇവിടത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. അതിനെയാണ് അറിയപ്പെടുന്നത് റവൈൻസ് എന്ന്, അല്ലെങ്കിൽ റവൈനുകൾ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ജലസേചനം, ഊർജോൽപാദനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ഉപദ്വീപീയ നദികളെ നാം ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഉപദ്വീപിലെ, അതായത് ഇന്ത്യൻ ഉപദ്വീപിലെ ചില പ്രധാന വിവിധോദ്ദേശ നദീതട പദ്ധതികളെ നമുക്ക് നോക്കാം. അതായത് നദീതട പദ്ധതികൾ ഏതൊക്കെയാണ്? ഹിരാക്കുഡ്, അതുപോലെ തുംഗഭദ്ര, സർദാർ സരോവർ, കൃഷ്ണരാജ സാഗർ, നിസാം സാഗർ, ഇതൊക്കെയാണ് പ്രധാന നദീതട പദ്ധതികൾ എന്ന് പറയുന്നത്. ഈ ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മഹാനദിയിലാണ് ഈ ഹിരാക്കുഡ് നദീതട പദ്ധതി നടപ്പിലാക്കിയത്. ഇതിന്റെ സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ്. ഓക്കെ, അപ്പോ അടുത്തത് തുംഗഭദ്രയാണ്. തുംഗഭദ്ര നദീതട പദ്ധതി ഏത് നദിയിലാണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ തുംഗഭദ്ര നദി, അതായത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് നമ്മുടെ തുംഗഭദ്ര നദി എന്ന് ഓർത്തു വെക്കുക. ഇതിന്റെ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകമാണ്. ഓക്കെ, അടുത്തത് സർദാർ സരോവർ. അതിന്റെ സർദാർ സരോവർ നദീതട പദ്ധതി നടപ്പിലാക്കിയ നദി നർമ്മദയാണ്. എവിടെയാണ്? നർമ്മദയിലാണ്. അപ്പോൾ നർമ്മദ നദിയിലാണ് സർദാർ സരോവർ നദീതട പദ്ധതി നടപ്പിലാക്കിയത്. ഇതിന്റെ സംസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഗുജറാത്ത് ആണ്. എവിടെയാണ്? ഗുജറാത്ത്. അതുപോലെ കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി നടപ്പിലാക്കിയത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ കാവേരി നദിയിലാണ്. ഏത് നദിയാണ്? കാവേരി നദി. ഇതിന്റെ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകമാണ്. അടുത്തത് നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഗോദാവരി നദിയിലാണ്. ഇതിന്റെ സംസ്ഥാനം എന്ന് പറയുന്നതും ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ എത്ര നദീതട പദ്ധതികൾ നമ്മൾ പഠിച്ചു? ഹിരാക്കുഡ് പഠിച്ചു, തുംഗഭദ്ര, സർദാർ സരോവർ, കൃഷ്ണരാജ സാഗർ, നിസാം സാഗർ. ഇതിൽ ഹിരാക്കുഡ് എന്ന് പറയുന്നത് മഹാനദി, തുംഗഭദ്ര നദിയാണ് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര എന്ന് ഓർത്തു വെക്കുക. പിന്നെ പഠിച്ച സർദാർ സരോവർ നർമ്മദയിലാണ്, കൃഷ്ണരാജസാഗർ കാവേരി നദിയിലാണ്, നിസാം സാഗർ പദ്ധതി ഗോദാവരിയിലാണ്. ഓക്കെ, ഇതൊക്കെയാണ് വിവിധ നദീതട ജല ഉദ്ദേശ പദ്ധതികൾ എന്ന്, നദീതട പദ്ധതികളെ വിവിധോദ്ദേശ പദ്ധതികൾ എന്നും അറിയപ്പെടുന്നു. എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി? ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതിയെ ആണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതിയെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? വിവിധോദ്ദേശ നദീതട പദ്ധതികൾ എന്ന് ഓർത്തുവെക്കുക. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുതോൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാന ഉദ്ദേശങ്ങൾ. അതായത് വിവിധോദ്ദേശ നദീതട പദ്ധതികളുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? 1. വെള്ളപ്പൊക്ക നിയന്ത്രണം, 2. ജലസേചനം, 3. ജലവൈദ്യുതോൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം. ഇതൊക്കെയാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികളുടെ ഉദ്ദേശങ്ങൾ എന്ന് ഓർത്തുവെക്കുക. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് സർദാർ സരോവർ ഡാം ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അടുത്തത് പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഓരോ പ്രദേശത്തിന്റെയും കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായാണ് നൈസർഗിക സസ്യജാലങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന് നമുക്കറിയാം, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി അല്ലേ? അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളെയാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നറിയപ്പെടുന്നത്. ഇത് 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ്. പൊതുവെ ഇത്തരം സസ്യജാലങ്ങൾ ഇവിടെയാണ് കാണപ്പെടുന്നത്. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ മുൻനിർത്തി ഇതിനെ രണ്ടായി, അതായത് ഈ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ മഴയുടെ ഏറ്റക്കുറച്ചിൽ ബേസ് ചെയ്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും രണ്ട് വരണ്ട ഇലപൊഴിയും കാടുകളെന്നും. അപ്പോ ആർദ്ര ഇലപൊഴിയും കാടുകൾ അല്ലെങ്കിൽ മോയിസ്റ്റ് ഡിസിഡ്യൂസ് ഫോറസ്റ്റ് എന്നും, അടുത്തത് വരണ്ട ഇലപൊഴിയും കാടുകൾ അല്ലെങ്കിൽ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലമാണ്. അപ്പോ 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് നമ്മുടെ ഈ ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അതുപോലെ അപ്പൊ എവിടെയാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിൽ പൊതുവെ കണ്ടുവരുന്നത് ഇത്തരം സസ്യജാലങ്ങളാണ്. കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ചോട്ടാ നാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തേക്ക്, സാൽ, ശിശം, മൗവ, ചന്ദനം അതുപോലെ തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ പൊതുവായി കാണപ്പെടുന്നു. അപ്പോൾ ആർദ്ര ഇലപൊഴിയും കാടുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വളരുന്ന മരങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ വരണ്ട ഇലപൊഴിയും കാടുകളാണ് ഉള്ളത്. അപ്പൊ 70 മുതൽ 100 സെന്റിമീറ്റർ മഴ മാത്രമേ വരണ്ട ഇലപൊഴിയും കാടുകളിൽ കാണുകയുള്ളൂ. ഇവിടെ മഴ തീരെ കുറഞ്ഞ മേഖലകളോട് അടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറി പോകുന്നു. അതുപോലെ തന്നെ വരൾച്ചാ കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ എന്ത് ചെയ്യും? പൂർണ്ണമായും ഇല പൊഴിക്കുകയും വനങ്ങൾ എന്ത് ചെയ്യും? ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ കൂടുതലുള്ളത് തേക്ക്, റോസ്വുഡ്, ആക്സിൽ വുഡ്, മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഈ ഒരു വരണ്ട ഇലപൊഴിയും കാടുകളിലുള്ളത് എന്ന്. അപ്പൊ ഇത് എവിടെ എത്ര മഴ ലഭിക്കുന്നു എന്ന് പഠിച്ചു വെക്കുക. അവിടെ വളരുന്ന ചെടികൾ ഏതൊക്കെയാണ്, അതായത് സസ്യങ്ങൾ ഏതൊക്കെയാണെന്നും നോക്കി വെക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്തത് എന്താണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ എന്ന് നോക്കാം. അതായത് 75 സെന്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്നതും ഉയർന്ന താപനിലയുള്ളതുമായ പ്രദേശങ്ങളിലാണ് ഈ ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അങ്ങായി മാത്രമേ ഉയരം കുറഞ്ഞ മരങ്ങൾ കാണപ്പെടുന്നുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ അക്കേഷ്യ, യൂഫോർബിയ, അതുപോലെ ഈന്തപ്പന, ചില ഇനം പുൽവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഇവിടത്തെ ഉഷ്ണമേഖലാ മുൾക്കാടുകളിലുള്ള മരങ്ങളെന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കായിട്ട് മഹാരാഷ്ട്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമ പ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശും അതുപോലെ തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും ഈ ഉഷ്ണമേഖലാ മുൾക്കാടുകളാണ് ഉള്ളത് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ദക്ഷിണ പർവ്വത വനങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത് പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവെ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടത്തും അതുപോലെ തന്നെ വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെയാണ് ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ദക്ഷിണ പർവ്വത വനങ്ങളിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ ഏതാണ് കാണപ്പെടുന്നത്? മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോഴാണെങ്കിൽ ഉപോഷ്ണ സസ്യജാലങ്ങളുമാണ് കാണപ്പെടുന്നത്. അതുപോലെ നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോലവനങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഷോല ഫോറസ്റ്റ് എന്നും ഇതിനെ വിളിക്കുന്നു. അപ്പൊ നീലഗിരി, പളനി, ആനമല നിരകളിലെ സസ്യജാലങ്ങളെ, ഉപോഷ്ണ സസ്യജാലങ്ങളെ എന്താണ് വിളിക്കുന്നത്? ചോലവനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ. അതായത് ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിലേറെയും തനതിടത്ത് രൂപപ്പെട്ടവയാണ്. അതായത് ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിങ്ങനെ തിരിക്കാം. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്.
അതുപോലെ തനതടി മണ്ണിനങ്ങളും വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അതായത് ഓരോ പ്രദേശത്തുള്ള ശിലകളിൽ നിന്ന് രൂപപ്പെട്ട അതാതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണം, കറുത്ത മണ്ണാണ് തനതിട മണ്ണിനത്തിന് ഉദാഹരണം എന്ന് പറയുന്നത്. അതായത് ഓരോ പ്രദേശത്തുള്ള ശിലകളിൽ നിന്ന് രൂപപ്പെട്ട് അതാതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണാണ് തനതിട മണ്ണിനം എന്ന് പറയുന്നത്. അതുപോലെ എന്നാൽ നദികളിലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങൾ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന മണ്ണിനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. അതായത് ട്രാൻസ്പോർട്ടഡ് സോയിൽസ് എന്ന് അറിയപ്പെടുന്നത് ഈ നദികളിലൂടെയോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട മറ്റു പ്രദേശങ്ങൾ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെയാണ് വഹിച്ചു കൊണ്ടുപോകുന്ന മണ്ണിനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് എക്കൽ മണ്ണാണ്. അപ്പൊ ചിലപ്പോൾ ഇതിന്റെയൊക്കെ ഉദാഹരണം തന്നിട്ട് ഇത് ഏത് മണ്ണിനങ്ങൾക്ക് ഉദാഹരണമാണെന്ന് ചോദിക്കാം. അടുത്തത് ബ്ലാക്ക് സോയിൽ എന്താണെന്നാണ്. അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് അതിവിശാലമായ ലാവാ പീഠഭൂമിയാണ് അല്ലെ. അപ്പൊ ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ